ഹായ് ഓൾ, ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തൊരു വീഡിയോ ഉണ്ടായിരുന്നു. എന്നോട് ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ സന്തോഷമുണ്ട്. ഒരുപാട് ആളുകളായിട്ട് നമ്മുടെ ചാനലിൽ കമൻറ്റ് ചെയ്യുന്നുണ്ട്, പല കാര്യങ്ങളെക്കുറിച്ചുള്ള ഡൗട്ട് ചോദിച്ചിട്ട്. എനിക്കാവുന്ന അത്രത്തോളം ഞാൻ കമൻറ്റുകൾക്ക് റിപ്ലൈ തന്നിട്ടുണ്ട്. ഇനിയും ഇതുപോലെ തന്നെ HSST റിലേറ്റഡ് ആയിട്ടും അതുപോലെ നമുക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു സീനിയർ HSST എക്സാം, അതിനെക്കുറിച്ചൊക്കെ ഡൗട്ടുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. എനിക്ക് അറിയുന്ന ഡൗട്ടുകളാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ കഴിഞ്ഞ HSST എക്സാം, അപ്പോൾ എക്സാം എന്തായാലും കഴിഞ്ഞു, നമുക്കതിൻ്റെ കട്ട് ഓഫ് ഒന്നും വന്നിട്ടില്ല. ഇനി നമുക്ക് കുറച്ച് വെയിറ്റ് ചെയ്യാം, അതിനുശേഷം എന്താണ് കട്ട് ഓഫ് എന്നൊക്കെ നമുക്ക് നോക്കാം. പിന്നെ സീനിയർ HSST എന്നൊരു എക്സാം, സീനിയർ പോസ്റ്റിൻ്റെ എക്സാം അടുത്ത് തന്നെ വിളിക്കും എന്നൊരു രീതിയിൽ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കറിയില്ല എപ്പോഴാണ് ഈ എക്സാം വിളിക്കുക എന്നതിനെക്കുറിച്ചൊന്നും വലിയ ഡീറ്റെയിൽസ് ഒന്നും കിട്ടിയിട്ടില്ല. പക്ഷേ എന്തായാലും സീനിയർ HSST വിളിക്കും എന്നൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഈ സീനിയർ HSST എക്സാം എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ സീനിയർ HSST പോസ്റ്റ് എന്താണ്, അതിൻ്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്നൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ചുള്ള കുറേ കാര്യങ്ങളെല്ലാം അന്വേഷിച്ച് അതിൻ്റെ ഡേറ്റാസൊക്കെ കളക്ട് ചെയ്തിട്ട് വേണമല്ലോ നിങ്ങൾക്കൊരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്കറിയുന്ന കാര്യങ്ങളും അതുപോലെ തന്നെ നമുക്കതിനെക്കുറിച്ച് അറിയാത്ത കുറേ കാര്യങ്ങൾ നമുക്കറിയുന്ന ടീച്ചേഴ്സൊക്കെ ഉണ്ട് HSSTയിൽ സീനിയർ പോസ്റ്റൊക്കെ എടുക്കുന്ന. അപ്പോൾ ആ ഒരു ടീച്ചേഴ്സിനോടൊക്കെ ചോദിച്ച് നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോ ഇത്ര ലാഗ് ആവുന്നത്. എന്തായാലും താമസിയാതെ തന്നെ ഞാൻ ഈ HSST സീനിയർ പോസ്റ്റിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. പിന്നെ HSST സീനിയർ എക്സാം എപ്പോഴാണെന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് യാതൊരു ഐഡിയ ഇല്ല. അങ്ങനെ ഒരു എക്സാം നടക്കും, അങ്ങനെ ഒരു എക്സാം വിളിക്കാൻ സാധ്യതയുണ്ടെന്ന് മാത്രമേ കേട്ടിട്ടുള്ളൂ. അപ്പോൾ അത് വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യാം. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ HSST സീനിയർ എക്സാം എന്ന് പറയുന്നത് HSST ജൂനിയർ എക്സാം പോലെ നമുക്ക് അത്രയും ഒരു സിമ്പിളായിട്ടുള്ള രീതിയിലായിരിക്കില്ല. പക്ഷേ HSST ജൂനിയർ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ കണ്ടു അല്ലേ, നമുക്ക് സിമ്പിളെന്നൊന്നും പറയാൻ പറ്റില്ല. അതിനേക്കാളും കുറച്ചുകൂടി ഒരു ടഫായിരിക്കും സീനിയർ എക്സാം എന്നാണ് കേൾക്കാൻ പറ്റിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ അത്രയും ക്ലിയർ ആയിട്ട് വളരെ വിശദമായിട്ട് തന്നെ നമ്മൾ പഠിക്കണം. നമ്മൾ സാധാരണ ഇതിനു മുൻപൊക്കെ PSC എക്സാം എഴുതുന്ന സമയത്ത് ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് നമ്മൾ പഠിക്കാറ് അല്ലേ. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. നിങ്ങൾക്കറിയാം, ഈ ഒരു എക്സാം എഴുതിയ സമയത്ത് തന്നെ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് വൈസായിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചു. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് വൈസായിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് അറിയണമെങ്കിൽ നമ്മൾ അത്രയും ഡീറ്റെയിൽ ആയിട്ട് തന്നെ ആ ഒരു സബ്ജക്റ്റിനെ സമീപിക്കണം. അപ്പോൾ ഇതിനു മുൻപ് ഒരുപാട് പേര് പറഞ്ഞു ഈ ഒരു ചാനലിനെ കുറിച്ച് അറിഞ്ഞിട്ടില്ലായിരുന്നു, HSST എഴുതി കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങനെയൊരു ചാനലിനെ കുറിച്ച് അറിഞ്ഞതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഒരുപാട് ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് HSST എക്സാമിന് വേണ്ടി ഇൻ്റർനാഷണൽ മാർക്കറ്റിംഗ് അതുപോലെ എല്ലാ സബ്ജക്റ്റും ഒരുവിധം ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ എനിക്ക് തോന്നുന്നു കുറേയൊക്കെ ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിച്ച ഭാഗത്ത് നിന്ന് എക്സാമിന് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ക്ലാസ് കണ്ടവർക്കത് മനസ്സിലാവും ഏതൊക്കെ ഭാഗത്ത് നിന്നാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളതെന്ന്. അപ്പോൾ ഇനി ഒരു സീനിയർ HSST നമുക്ക് എക്സാം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് ആളുകളുടെ റെക്കമെൻഡേഷൻ പ്രകാരം ഞാൻ സീനിയർ HSSTക്കുള്ള ക്ലാസ്സുകളും പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഫ്രീ ക്ലാസ് ആയിരിക്കും. അപ്പോൾ അതിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് ഇതുവരെ വിളിച്ചിട്ടില്ല കേട്ടോ എക്സാം വിളിച്ചേക്കാം എന്ന് മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. എപ്പോഴാണ് എങ്ങനെയാണ് എന്നൊന്നും നമുക്കറിയില്ല. അപ്പോൾ ഈ ഒരു സീനിയർ പോസ്റ്റ് എക്സാം എഴുതുന്നതിന് മുൻപ് ആ എക്സാമിനെ കുറിച്ചുള്ള കാര്യങ്ങൾ, അതിൻ്റെ പേ സ്കെയിൽ എങ്ങനെയാണ്, പിന്നെ അതിൻ്റെ മറ്റ് പല കാര്യങ്ങളെക്കുറിച്ചും നിങ്ങൾക്ക് അറിയാനുള്ള താല്പര്യം ഉണ്ടാവും. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം തീർച്ചയായിട്ടും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ക്ലാസ്സുകളെല്ലാം മുടങ്ങാതെ തന്നെ കാണുക. ഇതിനു മുൻപ് ഞാൻ PSC എക്സാമിൻ്റെ ക്ലാസ്സുകൾ ഒരുപാട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു എക്സാം എഴുതിയ ഒരുപാട് ആളുകൾ PSC എക്സാമുകൾ, മറ്റു പല എക്സാമുകൾ എഴുതുന്നവരുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ചാനലിലെ പ്ലേലിസ്റ്റിലൊന്ന് പോയി കഴിഞ്ഞാൽ ഞാൻ ഇതിനു മുൻപ് എടുത്തിട്ടുള്ള ക്ലാസ്സുകളെല്ലാം നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ്. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോവുമായിട്ട് HSST സീനിയർ പോസ്റ്റിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. താങ്ക്